Good morning, everyone. Good morning, ma'am. Morning. Morning. Good morning, ma'am. Yeah, good morning. Good morning, ma'am. Okay. Morning to all. Okay, how are you all? Yeah, ma'am. Doing well. Thank you. Okay. So, yeah. Okay. Then, പിന്നെന്താണ് എന്തൊക്കെയുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം നോക്കിയിരുന്നോ എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിരുന്നോ ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു അല്ലേ പറഞ്ഞിരുന്നോ ഓക്കെ നോക്കിയോ എല്ലാവരും പറയൂ നോക്കിയോ ആ മാം നോക്കി യാ നോക്കി ഒരാൾ മാത്രമേ നോക്കിയുള്ളൂ ബാക്കി ആരും നോക്കിയില്ല യെസ് നോക്കി സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്നാലേ ഓക്കെ മാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഏത് ടെൻസ് ആയിരുന്നു നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു അല്ലെ അതിനെ ബേസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ എക്സാമ്പിൾസ് നോക്കിയിട്ടാ വന്നിരിക്കുന്നത് യെസ് യെസ് ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മാം ആരാ പറയാം ആ മിസ് ഞാൻ പറയാം ഫസ്റ്റ് ഒരു മലയാളം സെന്റൻസ് പറയാം ഞാൻ ആപ്പിൾ കഴിക്കുകയാണ് ഞാൻ ആപ്പിൾ കഴിക്കുകയാണ് ഞാൻ ആപ്പിൾ കഴിക്കുകയാണ് ഓക്കെ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ അതിന്റെ ട്രാൻസ്ലേഷൻ ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും സിമ്പിൾ ആണ് അറിയാലോ അപ്പൊ ടെക്സ്റ്റ് ചെയ്യൂ പറയുന്നവര് പറയൂ പക്ഷെ പറയുമ്പോ കുഴപ്പമില്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണേ സോ സിമ്പിൾ അല്ലേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മലയാളം വരുമ്പോണ്ടിരുന്നു കേട്ടോ ചുമ്മാ പറഞ്ഞേ I'm eating an apple. Yeah. Okay. ഇനി നെക്സ്റ്റ് ആരാ പറയാ മാം ഞാൻ ഒന്ന് ഒരെണ്ണം കൂടെ പറയാം അവർ പാർട്ടിയിൽ കളിക്കുകയാണ് അവർ പാർക്കിൽ കളിക്കുകയാണ് പറയൂ We are in park. Yeah. Okay, they are playing in the park. Yes, correct. Yeah. Next, Sarah, they are playing in the park. Yeah, correct ആണ് കേട്ടോ. Okay, ഇനി നെക്സ്റ്റ് മലയാളം പറയൂ. അവൾ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. അവൾ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. Yeah, she is cooking in the kitchen. Yeah, correct. She is cooking in the kitchen. Correct ആണേ. Next. കുറച്ച് ടഫ് ആയിട്ട് പറയും.
ഞാൻ അടുത്ത മാസം പരീക്ഷ എഴുതുകയാണ്. അടുത്ത മാസം ഞാൻ അടുത്ത മാസം പരീക്ഷ എഴുതാൻ പോവുകയാണ് എന്ന് പറയണം. ഓക്കെ. അങ്ങനെയല്ലേ മലയാളം പറയാം. അടുത്ത മാസം ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ്. എന്താണ് പറയൂ. പോവുകയാണ് ടു റൈറ്റിംഗ് എക്സാം നെക്സ്റ്റ് മന്ത്. റിജൂസ് എന്താ ഉദ്ദേശിച്ചേ? ഇംഗ്ലീഷോ? രണ്ടും ഉണ്ടല്ലോ. മലയാളം എന്താണെന്ന് നോക്കാം. എഴുതാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിലും പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും പറയൂ, കുറച്ച് ഡൗട്ട് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എന്തായിരിക്കും വരാം? കുറച്ച് ബെറ്റർ എങ്ങനെയാണ് പറയാനായിട്ട്? നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ് ടു റൈറ്റ് എക്സാം എന്ന് പറയാം. റൈറ്റ് പറയാം. എഴുതാൻ പോവുകയാണെന്ന് പറയുമ്പോൾ റൈറ്റ് എന്ന് യൂസ് ചെയ്യാം. അഥവാ അതല്ല അറ്റൻഡ് ആണെങ്കിൽ നമുക്ക് അറ്റൻഡ് യൂസ് ചെയ്യാം. തെറ്റൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ് ടു അറ്റൻഡ് ആൻ എക്സാം എന്നും പറയാം. നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വന്നാലും കുഴപ്പമില്ല. ഐ എം ഗോയിങ് ടു അറ്റൻഡ് ആൻ എക്സാം നെക്സ്റ്റ് മന്ത് എന്നും പറയും. ഓക്കെ, ഐ എം ഗോയിങ് ടു റൈറ്റ് ആൻ എക്സാം നെക്സ്റ്റ് മന്ത് എന്നും പറയും. തിരിച്ചും മറിച്ചും പറയും. സെയിം ആണ്. ഓക്കെ, ക്ലിയർ? I'm next month going to exam. Safia, mistake ആണല്ലോ. I'm next month going to exam. ഞാൻ എക്സാമിന് പോവാണെന്നാണ് പറയുന്നത്. അടുത്ത മാസം എക്സാമിന് പോവാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് മീനിങ് അങ്ങനെയാണെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ് ടു എക്സാം എന്ന് പറയും. എക്സാമിന് പോവാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എഴുതാൻ പോവാണെന്നാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ് ടു റൈറ്റ് an എക്സാം എന്ന് പറയാം. ഇനി റൈറ്റ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എക്സാമിന് അടുത്ത മാസം എക്സാമിന് പോവാണ് എന്ന് പറയണമെങ്കിൽ നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ് ടു എക്സാം എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? അങ്ങനെ ഷോർട്ട് ആക്കി നമ്മൾ ഇംഗ്ലീഷ് പറയാറുണ്ട് അല്ലെ ചില സമയങ്ങളിൽ. സോ ഓക്കെ, സോ നീ നെക്സ്റ്റ് മലയാളം പറയുന്നു. മിസ്സേ, പിന്നെ ഞാൻ ഒരെണ്ണം പറയട്ടെ. സുമിയുടെ പാർട്ടിയിൽ അവര് കളിക്കുന്നു. എന്തോ? സുമി അല്ലെങ്കിൽ രാജു, ഏതെങ്കിലും ഒരു പേര് ചേർക്കാൻ. രാജുവിന്റെ പാർട്ടിയിൽ അവർ ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ മീൻ കളിക്കുകയാണ്. രാജുവിന്റെ പാർട്ടിയിൽ അവർ ഡാൻസ് കളിക്കുകയാണ്. നെക്സ്റ്റ് ചെയ്യൂ. രാജുവിന്റെ പാർട്ടിയിൽ അവർ ഡാൻസ് കളിക്കുകയാണ്.
എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? They are dancing. Okay, അത് very correct ആണ്. രാജുസ് പാർട്ടി കറക്റ്റ് ആണ്. രാജുവിന്റെ പാർട്ടി ഡാൻസ് കറക്റ്റ് ആണ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രപ്പോസിഷൻ എന്തായിട്ട് വരും? പറയൂ. റസിയ കേൾക്കുന്നുണ്ടോ? പോയോ? ഇല്ല ഞാൻ ചിന്തിച്ച കാരണം എക്സാക്ട് പ്ലേസ് ഞാൻ പറഞ്ഞല്ലോ സ്പെസിഫൈ ചെയ്ത്. ഞാൻ ചോദിച്ചത് ഇതിന് വേണ്ടിയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സത്യം പറയുന്നു അതിന് തന്നെയാണ്. മനസ്സിലായി, അപ്പൊ തന്നെ മനസ്സിലായി. ഞാനത് കുറെ നേരം കൊണ്ട് ആലോചിക്കും. പക്ഷെ അത് എക്സാക്ട് പ്ലേസ് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. കറക്റ്റ് ആണ്, അതാണ് യൂസ് ചെയ്യേണ്ടത്. കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലർ ഇന്ന് യൂസ് ചെയ്ത്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇന്നല്ലേ കറക്റ്റ് ഞാൻ എക്സാക്ട് സ്പെസിഫൈ ചെയ്ത പ്ലേസ് പറഞ്ഞ. ആരുടെ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞപ്പോ മിസ് പറഞ്ഞില്ലേ കോളേജിൽ, ഏത് കോളേജിലാന്ന് പറഞ്ഞാ റസിയ നിനക്ക് അറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ ഞാൻ സത്യത്തിൽ രാജുവിന്റെ തന്നെ പറഞ്ഞതോ. മനസ്സിലായി, കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിനുള്ള പണിയാണെന്ന്. എന്തായാലും കുറെ പേരങ്ങ് തെറ്റിച്ചു പാവങ്ങള്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. എക്സാക്ട് പ്ലേസ് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആക്ട് ആയിരിക്കണം. ഓക്കെ, റിഡ്യൂസ് പ്രൊപ്പോസിഷൻ കറക്റ്റ് യൂസ് ചെയ്തു. പക്ഷേ വെർബ് ing ഫോം യൂസ് ചെയ്യണമായിരുന്നു കേട്ടോ. ing ഫോം വേണം. ദെൻ ഓക്സിലറി മിസ് ചെയ്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നേ. ദെൻ അഞ്ജന പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. റസിയ ഓൾവേസ് കറക്റ്റ് ആണ്. റസിയ അതിനു വേണ്ടി പറയുന്നതാണ്. സോ കറക്റ്റ് ആണ്. ബാക്കി എല്ലാവരും പിന്നാണ് യൂസ് ചെയ്തേ. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെന്താണ്? സാദിയ, വി ആർ ഡാൻസിങ് ഇൻ ദ പാർട്ടി ഓഫ് രാജു. മിസ്റ്റേക്സ് ഉണ്ടല്ലോ സാദിയ, ശ്രദ്ധിച്ചിരിക്കണേ. അവർ എന്ന് പറയുമ്പോ ഇവിടെ ദേ ആണ്. അവർ ഈ യൂസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആണ്. ആക്സലറീസും ഓർഗനും കൂടെ ing ഫോം എല്ലാം കറക്റ്റ് ആണ്. ഡാൻസിങ്, എവിടെയാണ് ഡാൻസ് കളിക്കുന്നത് മെൻഷൻ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ അറ്റ്, ഒരു പ്രൊപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്തിട്ട് രാജൂസ് പാർട്ടി എന്ന് പറയും. പാർട്ടി ഓഫ് രാജു എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. സെയിം യൂസേജ് തന്നെയാണ്. നമുക്കത് പറഞ്ഞു തന്നിട്ടൊന്നും അറിയില്ല. ഓഫ് വെച്ചിട്ടും എസ് വെച്ചിട്ടും നമുക്ക് ഇവിടെ ഓണർഷിപ്പ് നമുക്ക് കാണിക്കാൻ പറ്റും. പാർട്ടി ഓഫ് രാജു എന്ന് പറയുന്നത് രാജുസ് പാർട്ടി എന്ന് പറയുന്നത് രണ്ട് ഒന്ന് തന്നെയാണ് അല്ലെ. രാജുവിന്റെ പാർട്ടി സെയിം തന്നെയാണ്. പാർട്ടി ഓഫ് രാജു എന്ന് പറയുന്നത് രാജുവിന്റെ പാർട്ടി തന്നെയാണ്. ഓക്കെ, അവിടെ യൂസ് ചെയ്യേണ്ടത് വി ആർ ഡാൻസിങ് അറ്റ് ദ പാർട്ടി ഓഫ് രാജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഓക്കെ സാദിയ, ക്ലിയർ? എന്തായാലും മിസ്സേ ഞാനത് പറഞ്ഞത് കൊണ്ട് കുറെ പേർക്ക് ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കും. ഇതുവരെ കറക്റ്റ് ബുക്ക്. അപ്പൊ പിന്നെ എന്തായാലും ഡൗട്ട് വന്നപ്പോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ കറക്റ്റ് ഇപ്പോ സാദിയ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിലും ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായോ ഉദ്ദേശിച്ചത്? സാദിയ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ പറയുന്നത് ദേ ആർ ഡാൻസിങ് അറ്റ് പാർട്ടി ഓഫ് രാജു പറയാട്ടോ. അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്നാണ് അല്ലേ? രണ്ടൊന്നാണ്. ഇപ്പോ ബേബീസ് ഐസ് എന്ന് പറയുന്നതും ഐ ഓഫ് ബേബി എന്ന് പറയുന്നത് ഇപ്പോ ചിൽഡ്രൻസ് ഡേ എന്ന് പറയാം, ദ ഡേ ഓഫ് ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റോ? പറ്റും. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ അപ്പോസ്ട്രോഫി എസ് ആണ്. നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്പോസ്ട്രോഫി എസ് ആണ്. ഓഫിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്താല് കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഓഫിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ അതാണ്. ഡാൻസിങ് അറ്റ് രാജുസ് പാർട്ടി കണ്ടോ? അങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇത് കറക്റ്റ് ആണ്. പാർട്ടി ഓഫ് രാജു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി ടഫ് ആണ്. ഏറ്റവും സിമ്പിൾ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പം ഈ അപ്പോസ്ട്രോഫി എസ് തന്നെയാണ് കേട്ടോ. ക്ലിയർ അല്ലേ?
They are dancing at Raju's party. Nandu vara. Simple ആയിട്ട്. ഇനി നെക്സ്റ്റ് അടുത്ത മലയാളം പറയട്ടെ. Thank you. Thank you. Okay. Next മലയാളം പറയൂ. ഞങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ. Yeah, so simple. Okay, വെറുതെ വ്യത്യാസം വരും. Yeah, we are listening to class പറയാം. We are hearing the class എന്ന് പറയാം. Hearing in the class അല്ലാണ്ട് ഓർഷന hearing the class ഇന്നില്ല. Okay, ഇത് മാത്രമേ ഉള്ളൂ, ഇന്നില്ല. We are hearing the class. Hearing പറയാം, listening പറയാം. Okay, വെർബ് മാറും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹിയറിംഗ് ആണ്, പക്ഷേ ലിസണിംഗ് ആണ് കുറച്ചുകൂടി ബെറ്റർ. രണ്ടും പറഞ്ഞത് കൊണ്ട് മിസ്റ്റേക്സ് ഒന്നുമില്ല. Okay, then next മലയാളം പറയൂ. അവൾ എന്റെ അടുത്തിരുന്ന് കഥ എഴുതുകയാണ്. അവൾ എന്റെ അടുത്തിരുന്ന് കഥ എഴുതുകയാണ്. പറയൂ. മലയാളം പറയൂ. അവൾ എന്റെ അടുത്തിരുന്ന് കഥ എഴുതുകയാണ്. She is writing the story in English. She's writing without me in the story. She's writing in English. She's writing the story with me. വാക്കുകളായി യൂസ് ചെയ്തിട്ട് തന്നെ അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാം? അല്ല മിസ് ബിസൈഡ് യൂസ് ചെയ്തൂടെ? Of course. അതാണ് എനിക്കൊരു ഡൗട്ട്. ആക്കൂല്ലേ? അല്ല ബിസൈഡ് യൂസ് ചെയ്യുമ്പോ അവിടെ ഒരു അപകർഷത പോലെ. ബിസൈഡ് യൂസ് ചെയ്യാം, തെറ്റില്ല. കറക്റ്റ് ആയില്ലേ ആയിട്ട് ഇൻസൈഡ് അറ്റ് മീ അങ്ങനെ ഉപയോഗിക്കോ? She is writing a story with me. എന്റെ കൂടെ ഇരുന്ന് അവള് സ്റ്റോറി എഴുതുകയാണ് എന്ന് വരും. വിത്ത് മീ, എന്റെ കൂടെ ഇരുന്ന് അവൾ സ്റ്റോറി എഴുതുകയാണ് എന്ന് വരും. She is writing the story near me. Near at the studio. She is writing a story. A story ആയിക്കോട്ടെ പറയാ. The story അല്ല, a story. അച്ഛത അരുണിമ, അച്ഛത എന്ന് വേണ്ട. അച്ഛൻ ഇവിടെ ആവശ്യമില്ല കേട്ടോ.
അച്ഛൻ വേണ്ട ദായും വേണ്ട, അതിന് പകരം എ ആഡ് ചെയ്താൽ മതി. ഷീസ് റൈറ്റിംഗ് സ്റ്റോറി നിയർ മീ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. നിയർ എന്ന് യൂസ് ചെയ്യാം. ഷീസ് റൈറ്റിംഗ് സ്റ്റോറി നെക്സ്റ്റ് ടു മീ എന്നാണ് വിഷയം. Then she's writing a story beside me. Yeah, she's writing a story inside at me. Inside at me, തെറ്റാണ്. Inside എന്താ ഉദ്ദേശിച്ചത്? Inside means ഉള്ളിൽ എന്നൊരു മീനിങ് ആണ് വരാം. ഇതല്ലാട്ടോ. Then she's writing a story besides me. Ashwini, Ajesh, ഉദ്ദേശിച്ചത് beside ആണോ besides ആണോ? അശ്വിനി ഒന്ന് പറയാമോ, റെസ്പോണ്ട് ചെയ്യാമോ? ക്ലാരിഫൈ ചെയ്യാനാണ് കേട്ടോ, വേറെ ഒന്നിനല്ലേ. ആളുണ്ടോ ഇവിടെ? ഡിസൈഡ് ആണ്. ഓക്കെ, ഡിസൈഡ് ആണ്, സമ്മതിച്ചു. പക്ഷേ സ്പെല്ലിംഗ് എപ്പോഴും നോക്കണം കേട്ടോ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാല് മീനിങ് മാറിപ്പോകും. ബിസൈഡ്സ് മീനിങ് മാറിയില്ലേ മിസ്സേ? ഇതപ്പം ബിസൈഡ്സ് എന്ന് പറയുമ്പം കൂടാതെ ഇങ്ങനെയുള്ള ഒരു മീനിങ് വരത്തില്ലേ? ആ കൂടാതെ എന്നുള്ള മീനിങ് ആണ് ബിസൈഡ്സിന് വരാം. ഒരു കാരണവശാലും രണ്ടും മാറിപ്പോകരുത്. ഓക്കെ, എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. ബിസൈഡ് എന്ന് പറയുന്നത് അരികെയും ബിസൈഡ്സ് എന്ന് പറയുന്നത് കൂടാതെയുമാണ്. പോയാ അർത്ഥം മാറി. വെറുതെ ജസ്റ്റ് ആടുന്നേ ഉള്ളൂ, പക്ഷെ മീനിങ് മാറിപ്പോയി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ബിസൈഡ് മീ, നോട്ട് ബിസൈഡ്സ്, കൂടാതെ എന്നാണ് വരാം. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി വിത്ത് മീ, എന്റെ കൂടെ ഇരുന്നുള്ള സ്റ്റോറി എഴുതുകയാണ്. വിത്ത് മീ എന്ന് പറയുമ്പോൾ എന്റെ കൂടെ. ഇൻസൈഡ് അറ്റ് മീ തെറ്റാണ്. ഓക്കെ, ഷീസ് റൈറ്റിംഗ് സ്റ്റോറി സിറ്റിംഗ് ബിസൈഡ് മീ. സൂസിയ വ്യക്തമായിട്ട് പറഞ്ഞു, അവൾ അതിന്റെ അടുത്തിരുന്ന് സ്റ്റോറി എഴുതുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, കറക്റ്റ് ആണ്. സിറ്റിംഗ് അവിടെ ഇല്ലെങ്കിലും നമുക്ക് അവിടെ എന്റെ അടുത്തിരുന്നു എന്നൊരു മീനിങ് നമുക്ക് ബിസൈഡ് വരുമ്പോൾ കിട്ടും. സിറ്റിംഗ് ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ബിസൈഡ് മീ. ഷീസ് റൈറ്റിംഗ് നിയർ മീ സ്റ്റോറി തെറ്റാണ്. തിരിച്ചിടും. ഷീസ് റൈറ്റിംഗ് എന്താണ് അവൾ എഴുതുന്നത് എന്ന് അറിയണം. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറിയാണ്, അത് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു മീനിങ് കംപ്ലീറ്റ് ചെയ്യണം സെന്റൻസ്. എന്നാൽ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്ന മീനിങ് നമുക്ക് കണ്ടുപിടിക്കാറുണ്ട്. ആദ്യം അവൾ എന്ത് ചെയ്യുന്നു? അവള് സ്റ്റോറി എഴുതുകയാണ്. എന്താണ് വരുന്നത്? എവിടെ ഇരുന്ന് സ്റ്റോറി എഴുതുന്നു എന്നുള്ളത് അതിനുശേഷമാണ് വരുന്നത്. അപ്പോ ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ബിസൈഡ് മീ എന്ന് പറയണം കേട്ടോ. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ബിസൈഡ് മീ. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ഇൻ സിറ്റിംഗ് ബിസൈഡ് മീ. പാർവതി, നമുക്ക് അവിടെ ഇന്ന് വേണ്ട, ഇന്നിന്റെ ആവശ്യമില്ല കേട്ടോ. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ഇൻ വേണ്ട, സിറ്റിംഗ് ബിസൈഡ് മീ മതി. ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി ബൈ സിറ്റിംഗ് ബിസൈഡ് മീ. ബൈ മീ ഒന്നും വേണ്ടാനേ. ബിസൈഡ്സിന്റെ മീനിങ് കൂടാതെ എന്നാണ്, കൂടാതെ. റിജൂസ് നെക്സ്റ്റ് ടു മീ വരും, പക്ഷെ അതിലും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു ബിസൈഡ് മീ അല്ലേ. നെക്സ്റ്റ് മീ വരും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണ് പ്രത്യേകിച്ച് മീനിങ്ങിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, സെയിം തന്നെയാണ് വരാം, കുഴപ്പമൊന്നുമില്ല. യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. നെക്സ്റ്റ് ടു മീ കറക്റ്റ് ആണ്. ഷീസ് റൈറ്റിംഗ് സ്റ്റോറി നെക്സ്റ്റ് ടു മീ എന്ന് പറയും, തെറ്റൊന്നുമില്ല കേട്ടോ. റിജു കറക്റ്റ് ആണ്. ബിസൈഡ് മീ പറയാം, നിയർ മീ പറയാം, നെക്സ്റ്റ് ടു മീ പറയാം, അറ്റ് മീ പറയാം. മനസ്സിലായോ? അങ്ങനെ കുറച്ചുണ്ട്. അറ്റ് മീ നമുക്ക് യൂസ് ചെയ്യാലോ. അറ്റിന് ഒരു അരികിയൊരു മീനിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെയും യൂസ് ചെയ്യാം. ഒരു മലയാളം മീനിങ്, ഒരു മലയാളം സെന്റൻസ് നിങ്ങൾ പറഞ്ഞു, അതിനെ കുറിച്ച് ഇത്രയും ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നു അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞില്ലേ? അതെല്ലാം നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു മലയാളം പറയൂ. ഞാൻ പേജ് മറിക്കുകയാണ്. ഞാൻ പേജ് മറിക്കുകയാണ് എന്നെങ്ങനെ പറയും? മറിക്കുക. മലയാളം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയരുതട്ടോ. സ്വന്തമായിട്ട് ആലോചിച്ച് വേണം നിങ്ങൾ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, നമുക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ അവൈലബിൾ ആണ്. അത് മാക്സിമം യൂസ് ചെയ്യരുത്. കറക്റ്റസ്റ്റ് ആണ്. കാരണം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ,
മിസ്സേ ഈ ഫ്ലിപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മടക്കുന്നല്ലേ പറഞ്ഞേ? ഫ്ലിപ്പിംഗ് ഫ്ലിപ്പിംഗ് ആണോ? അല്ല, ഇത് മറിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പേജ് ഇങ്ങനെ മറിക്കുന്നേ. ആ പേജ് അടുത്ത പേജിലേക്ക് നമ്മൾ പോകില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഓ അപ്പൊ ടേണിങ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഓരോ അടുത്ത പേജ് മറിച്ച് നോക്കില്ലേ. ടേണിംഗ് ദ പേജ്. ടേണിംഗ് ആണേ. മറിക്കുക എന്ന് പറയുമ്പോൾ ടേണിംഗ് ആണ് വരാം. ടേണിംഗ്. I'm turning the page. Okay. I'm turning the page. Correct. Turning the page എന്ന് പറയുമ്പോൾ മറിക്കുക എന്നുണ്ട്. ടേണിംഗിന്റെ വേറൊരു മീനിങ് എന്താ? എന്താണ് വേറൊരു മീനിങ് എന്താ? ടേണിംഗ് തന്നെ വേറൊരു മീനിങ്. ടേക്ക് ഓവർ ആണോ മാം? തിരിയുക. തിരിയാണല്ലേ? സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മള്. റൈറ്റിലേക്ക് തിരിയുക. എന്നൊക്കെ പറയും. അത് തിരിയുക എന്നുള്ളത്. ടേൺ ഓഫ് എന്തായിരിക്കും? ടേൺ ഓഫ്. ടേൺ ഓഫ് എന്താണ്? ടേൺ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുക. ടേൺ ഓഫ് ദ ഫാൻ എന്നൊക്കെ പറയില്ലേ? ഓഫ് ചെയ്യുക. ടേൺ ഓഫ്. ടേൺ ഓവർ തിരിയുക. ടേൺ ഓവർ, ടേൺ ഓഫ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ടേണിംഗ് ദ പേജ് എന്ന് പറയുമ്പോൾ അത് മറിക്കുക എന്നൊരു മീനിങ് ആയിട്ട് മാറും. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ മിസ്സേ ഉദ്ദേശിച്ചത്? പിരിയുകയാണോ? തിരിയുക തന്നെയാണ്. ഈ ടേൺ ഓവർ ഒരുമിച്ച് നമ്മള് ഇതിപ്പോ സെപ്പറേറ്റ് ആണ്. ടേൺ വേറെ, ഓവർ വേറെ എന്ന് പറയുമ്പോൾ ഓക്കെ അത് തിരിയുക എന്നാണ്. ഒരുമിച്ചാണെങ്കിലോ, ടേൺ ഓവർ എന്നാണെങ്കിലോ മീനിങ് എന്ത് വരും? തിരിക്കുക. ടേൺ ഓവർ സെപ്പറേറ്റ് ആണെങ്കിൽ അത് തിരിയുക, തിരിക്കുക എന്നൊരു മീനിങ് ആണ്. സെയിം അല്ല. ടേൺ ഓവർ ഒരുമിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് വിറ്റുവരവാണ്. വർഷം ഇത്ര ടേൺ ഓവർ വേണ്ടി വരും, ഈ മാസം ഇത്ര ടേൺ ഓവർ എടുക്കണം എന്നൊക്കെ പറയുമ്പോ അത് ബിസിനസ് അങ്ങനെയൊക്കെയല്ലോ. അത് വിറ്റുവരവാണ്. ഓക്കെ. ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതി കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, അപ്പൊ ഒരു വേർഡിനെ നോക്കിയിട്ട് ഇത്ര നമുക്ക് വേർഡ് കിട്ടിയാലേ ടേണിംഗ് എന്ന് പറയുന്നത് മറിക്കുക, ടേൺ എന്ന് പറയുന്നത്, ടേൺ ഓവർ എന്ന് പറയുന്നത് തിരിയുക, ടേൺ ഓവർ സെയിം ഒറ്റ വേർഡ് ആണെങ്കിൽ അത് വിറ്റുവരവ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് മലയാളം പറയൂ. അവൾ മഴയത്ത് കളിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണ്ട കേട്ടോ, കളിക്കുകയാണ്. കളിക്കുകയാണ്. ഓക്കെ, നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ചിലപ്പോ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിന്റെ വേറെ ടെൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ തൽക്കാലം നിങ്ങൾ കളിക്കുകയാണെന്ന് തന്നെ പറയൂ. അവൾ മഴയത്ത് കളിക്കുകയാണ്. യെസ്, പറയൂ. Yeah, she's playing in the rain. Correct ആണ്. She's playing in the rain അല്ല. She's playing in the rain. റെയിനിൽ കളിക്കുകയാണ്, മഴയത്ത് കളിക്കുകയാണെന്ന് പറയുമ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആവശ്യമാണ്. ഷീസ് പ്ലേയിങ് ദ റെയിൻ എന്ന് പറയുമ്പോ എന്താ, റെയിനായിട്ട് കളിക്കുകയാണെന്നൊരു മീനിങ്. ഓക്കെ, ഇൻ വേണം കേട്ടോ, ഇൻ മസ്റ്റ് ആണ്. ഷീസ് പ്ലേയിങ് ഇൻ ദ റെയിൻ. റെയിനിൽ മഴയത്ത് കളിക്കുകയാണ്, അവൾ മഴയത്ത് കളിക്കുകയാണ്. Yes, you are right. Okay. Mikkiyum correct ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. She's playing in the rain. Yeah. She's sailing in the Safiya തിരിഞ്ഞു പോയല്ലോ. She's playing in the rain ആവരാ. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ തിരിഞ്ഞു പോയിട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ പറഞ്ഞില്ല. ഓക്കെ, സത്യ അതൊന്ന് ശ്രദ്ധിക്കണോട്ടോ, അതുകൂടെ മാറിപ്പോയതാണേ. ഓക്കെ, സോ നെക്സ്റ്റ് മലയാളം സെന്റൻസ്. പറയൂ മലയാളം. കഴിഞ്ഞോ? നമുക്കെന്നാ ക്ലാസ്സിലേക്ക് പോവാന്നല്ലോ. ഇതുവരെ ഞാൻ ഓക്കെ അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് നമ്മളിത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്രയും നേരം നോക്കിയത്. ഇതാണ് ഞാൻ സിമ്പിൾ പ്രസന്റില് നമ്മൾ ഡു ഡസ് വെച്ച് നോക്കിയിരുന്നോ? സിമ്പിൾ പ്രസന്റ് എടുത്തപ്പോ ഇല്ല മിസ്സേ, അത് ആരോ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു, ചെറുതായിട്ട് പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അത് എക്സ്പ്ലെയിൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നേ. ഞാൻ അന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. അത് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് പറഞ്ഞില്ല, ഞാൻ പിന്നെ പറയാന്ന് വെച്ചിട്ടാണ്. കാരണം ചോദിക്കാൻ ഇപ്പോ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ. അതായത് പോസിറ്റീവ് സെന്റൻസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നെഗറ്റീവ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ രണ്ട് ടെൻസിലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. സോ എന്റെ ചോദ്യം ഇതാണ്, ടെൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് സൈഡ് പറയണോ അതോ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോകണോ? എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇതില് എന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത്, ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുത്തു, ഇപ്പൊ അതിന്റെ നെഗറ്റീവ് സൈഡും കൂടെ കഴിയുമ്പോ പോസിറ്റീവ് നെഗറ്റീവ് ആ സെക്ഷൻ അങ്ങ് കഴിഞ്ഞു. രണ്ടാമതും പോസിറ്റീവ് നെഗറ്റീവ്, അപ്പൊ അങ്ങനെ കൂടെ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് അങ്ങ് പോകും. പക്ഷെ അതേസമയം പിന്നെ നെഗറ്റീവ് അവസാനം കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആകില്ലേ,
അപ്പൊ കുറെ അറിയാത്ത ബേസിക് ആയിട്ടുള്ള ആളുകൾ പിന്നെയും ഒന്നും കൂടെ കിടന്ന് ഇതാവില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് പിന്നെ എന്താണ് മിസ്സിന്റെ ഒപ്പീനിയൻ അതനുസരിച്ച് പൊക്കോളൂ. ഇല്ല കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം, കൂടെ പോവാം. പക്ഷെ കൂടെ പോകുമ്പോ നിങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണ്, പോസിറ്റീവ് സൈഡ് എല്ലാവർക്കും ക്ലിയർ ആണ്, വ്യക്തമാണ്. അത് രണ്ട് ടെൻസിന്റെയും വ്യക്തമാണ്. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ശ്രദ്ധിച്ചിരിക്കൂ. സിമ്പിൾ പ്രസന്റില് ഇപ്പോ ഐ പ്ലേ ദ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, പോസിറ്റീവ് സെന്റൻസ് ആണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, ഐ പ്ലേ ദ ക്രിക്കറ്റ്. അപ്പോ ഹി ആണെങ്കിൽ ഹി പ്ലേസ് ദ ക്രിക്കറ്റ് എന്ന് വരും. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയും. ഹി പ്ലേസ് ക്രിക്കറ്റ് പോസിറ്റീവ് സെന്റൻസ് ആണ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. നെഗറ്റീവ് വേണ്ടേ നമുക്ക്? നെഗറ്റീവ് ആണ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. എങ്ങനെ പറയാൻ പറ്റും? He do not play the cricket. എന്തോ ഇവിടെയാണ് നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അല്ലല്ലോ മിസ്, ഇത് ഡസല്ലയോ? ഇവിടെ നമുക്ക് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് എഴുതിക്കോളൂ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം എഴുതാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ആണ് നമ്മൾ ചേർക്കേണ്ടത്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഞാൻ പിന്നെ പറയുന്നുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ ഈ ഡസും ഡൂം വരുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാണ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാണ് പറഞ്ഞത്. ഇതിന് നെഗറ്റീവ് സൈഡ് വേണം. അവന് ക്രിക്കറ്റ് കളിക്കുന്നില്ല, അവൻ ക്രിക്കറ്റ് കളിക്കില്ല എന്നൊക്കെ നെഗറ്റീവ് ആണ്. അത് നെഗറ്റീവ് പറയണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ സബ്ജക്റ്റിൽ വരേണ്ട ഓക്സിലറി. ഇതും ഒരു ഓക്സിലറി പെടുന്നതാണ്. ഓക്സിലറി എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, വരേണ്ടത് എന്താണ്? അപ്പോ ഡസ് ആണ്. ഡസിന്റെ കൂടെ നമ്മൾ നെഗറ്റീവ് ആയത് കൊണ്ട് ഒരു നോട്ട് കൊടുക്കുകയാണ്. ഡസ് നോട്ട് എന്ന് പറയണ്ട, ഡസിന്റ്. നമുക്ക് ഡസിന്റ് മതി. ഓക്കെ, ഇങ്ങനെ ഷോർട്ട് ആക്കി പഠിക്കാം. ഡസ് നോട്ട് എന്ന് പറയുന്ന കേട്ടോ. ഡു നോട്ട് വേണ്ട, ഡസ് നോട്ട് വേണ്ട. ഡസിന്റ് ആൻഡ് ഡോട്ട് ഇത് മാത്രം. അപ്പൊ ഹി ഡസിന്റ് പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഹി ഡസിന്റ് പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഹി പ്ലേ ക്രിക്കറ്റ്. സോറി, ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി ഡസിന്റ് പ്ലേ ക്രിക്കറ്റ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ അത് നമ്മളിപ്പോ ഒരു പോസിറ്റീവ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സെന്റൻസ് വരുമ്പോൾ ഹി പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് അതാണ് വന്നത്. പക്ഷെ അത് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഹി ഡസൻ പ്ലേസ് എന്ന് പറയുന്ന വേർബിന് പകരം അവിടെ V1 മാത്രമല്ല പ്ലേ മാത്രം വന്നു ഇല്ലേ? അതെ, പ്ലേ മാത്രമാണോ? ശ്രദ്ധിക്കണോ? അവിടെ ഒരിക്കലും നമ്മൾ ഡസ്റ്റിലേക്ക് കൊടുത്തു. ഓക്കെ,
അതുകൊണ്ട് അവിടെ പ്ലേസ് ഒരിക്കലും വരരുത്. ആ എസ് ഡസിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഡുവോ ഡസിനോ ശേഷം വരേണ്ട വെർബ് എപ്പോഴും V1 ആയിരിക്കണം. ഓക്കെ, ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ്. അതുകൊണ്ടാണ് പറയുന്നത് ഡസിന്റെ കൂടെ വരുമ്പോ എപ്പോഴും വരേണ്ട വെർബ് V1 ആയിരിക്കണം. അപ്പോ പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും കിട്ടി. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, അല്ല അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കണം അല്ലെ. അപ്പൊ എന്താ ചെയ്യാം? ഈ ഡസിന്റെ അടുത്ത് മുമ്പിലേക്ക് ഇടാം. ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യനിൽ വരുമ്പോ എപ്പോഴും ഓക്സിലറീസ് ആണ് ആദ്യം വരേണ്ടത്. അത് സിംഗിൾ പ്രസന്റ് ആയതുകൊണ്ട് നമ്മൾ ഡുവോ ഡസോ യൂസ് ചെയ്യേണ്ടി വരും. അല്ല മിസ്, അവളാണോ അവനാണോ? അവനാണ്. ഹി. Does he play cricket? എന്ന് ചോദിക്കണം. Does he play cricket? നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണോ? Does he play cricket? അപ്പോ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ക്വസ്റ്റ്യനും കിട്ടി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, ഇത് മൂന്നും കിട്ടി. Does he play cricket എന്ന് കിട്ടി. He plays cricket. He doesn't play cricket. Does he play cricket? ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേണം. നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, ഇതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, മറ്റത് ക്രിക്കറ്റ് കളിക്കുകയാണോ എന്നാണെങ്കിൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയല്ലേ എന്നാണ്. അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോ എന്ത് വേണം? ഡസിന്റെ കൂടെ എന്ത് വേണം? നോട്ട് വേണം. ക്രിക്കറ്റ് വേണം. എന്തോ ഡസന്റ് വേണം. ഡസന്റ് ഹി പ്ലേ ക്രിക്കറ്റ്? യാ, ഡസിന്റെ വേണം. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇത് 4 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 4 ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, എഴുതി വെക്കാം. He plays cricket. He doesn't play cricket. Does he play cricket? Doesn't he play cricket? ഇതാണ് 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്ത്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് വെച്ച് യൂസ് ചെയ്യാം. ഇപ്പൊ പ്ലൂറൽ ആകുമ്പോ യു വേണമെങ്കിൽ ചേർക്കാം. സെയിം തന്നെ നോക്കാം. യു പ്ലേ ക്രിക്കറ്റ് തന്നെ എടുക്കും. യു പ്ലേ ക്രിക്കറ്റ്. ഇവിടെ വരേണ്ടത് പ്ലൂറൽ ആയതുകൊണ്ട് ഡു ആണ് അല്ലെ. ഇതിന് 4ഉം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇത് 4 ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യും കേട്ടോ, സെൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതേപോലെ നെഗറ്റീവ് അപ്പോൾ ഞാൻ പറഞ്ഞ മോഡൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സിംഗിൾ പ്രസന്റിനെ പ്രസന്റ് കണ്ടിന്യൂസിന്റെയും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നോക്കിയിട്ട് വരും കേട്ടോ. ഒരുപാട് ഇതുപോലെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും നിങ്ങൾ നോക്കിയിട്ട് വരും. 2 ടെൻസിനെ ബേസ് ചെയ്തിട്ട് നാളെ ക്ലാസ് എന്ന് പറയുന്നത് നാളെയാണ്. നാളെ നോക്കിയിട്ട് വരും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ആക്കാം. അപ്പോ യു പ്ലേ ക്രിക്കറ്റ്, അതിന്റെ 4 ബാക്കി 3 എണ്ണം കൂടെ നിങ്ങൾ സെൻഡ് ചെയ്യൂ കേട്ടോ.
കറക്റ്റ് ആണ് കേട്ടോ. എഴുതുക. You play cricket? Do you play cricket? Don't you play cricket? You don't play cricket. അല്ല, don't you play cricket? വിവിച്ചുന യെസ് മാം. തെറ്റിയല്ലോ. ഞാൻ വായിച്ചത് വിവിച്ചിനോടെ ആയിരുന്നു. എന്തൊക്കെ കറക്റ്റ് ആണോ നോക്കുന്നത്? ഇവിടെ യു പ്ലേ ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്നില്ല, നീ ക്രിക്കറ്റ് കളിക്കുന്നില്ല. യു ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. പിന്നെ ക്വസ്റ്റ്യൻ ആണ്, നീ ക്രിക്കറ്റ് കളിക്കുകയാണോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിക്കുകയല്ലേ? ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്. ഇങ്ങനെയാണ് വരാട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കി എഴുതുക. എന്നിട്ട് നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് വരാം. വരണ്ട, അതായില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറും ക്രിക്കറ്റ് മതി. ഓക്കെ, സോ തിരിച്ചു മറിച്ചിട്ട് പഠിച്ചു നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് തിരിച്ചു മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് പറയണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നാളെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാനൊരു പോസിറ്റീവ് സെന്റൻസ് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിന് ഈ 3 വേർഷന് നിങ്ങൾ തിരിച്ചുകൊണ്ട് പറയേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പറഞ്ഞു പഠിക്കണം. അപ്പൊ മിസ് ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? മിസ് അപ്പൊ മിസ് 4 സെന്റൻസ് മലയാളത്തിൽ ഇപ്പൊ പറയണം. എന്നിട്ട് നാളെ ഞങ്ങൾ വരുമ്പോ നെഗറ്റീവ് ആക്കി കൊണ്ടുവരാം. ഹോംവർക്ക് ചെയ്യാം. മനസ്സിലായില്ല? ഇപ്പൊ മിസ് മലയാളം സെന്റൻസ് 4 ഞങ്ങൾക്ക് തരണം. അപ്പൊ ഞങ്ങൾ നാളെ മോർണിംഗ് സെക്ഷൻ വരുമ്പോ ഇത് ഹോംവർക്ക് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ട് വരാം. നെഗറ്റീവും പോസിറ്റീവും പിന്നെ പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസും ആക്കി കൊണ്ടുവരാം. ടഫായിട്ടുള്ളതാ. അപ്പൊ കുറേ കൂടെ ഒക്കെ ചിന്തിക്കാൻ പറ്റുമല്ലോ. അതിൽ നല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങള് മലയാളം നോക്കിയിട്ട് വരും. ഈ മലയാളം നിങ്ങൾ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞങ്ങൾ മലയാളം നോക്കിക്കൊണ്ട് വരാം. അപ്പൊ മലയാളം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പൊ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ 4 വേർഷനും എഴുതാൻ പറ്റും. അതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പ്രൊപ്പോസിഷന് ഡൗട്ടോ അതെല്ലാം ക്ലിയർ ആവും. ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാവും. അപ്പൊ എല്ലാവരും സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടും പ്രസന്റ് കണ്ടിന്യൂസിനെ ബേസ് ചെയ്തിട്ടും മലയാളം നോക്കിയിട്ട് കൂടുതലും സിമ്പിൾ പ്രസന്റ് നോക്കിയിട്ട് വരും കേട്ടോ. കാരണം നാളെ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് പോകുള്ളൂ. സോ സിമ്പിൾ പ്രസന്റ് മാക്സിമം ഒരുപാട് നോക്കിയിട്ട് വരാം. കണ്ടിന്യൂസ് ഞാൻ പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ? പിന്നെ മതി, ഇന്നത്തേക്ക് മതിയല്ലോ. യെസ്. ഇനി ആരാണ് പാട്ട് പാടാൻ പറഞ്ഞു? ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോയോ? ഇന്ന് വേണം മിസ്. നോമ്പൊക്കെ ആയതുകൊണ്ട് തൊണ്ട വച്ചിരിക്കണം. ആണോ? ക്ഷീണാണോ? ആരെങ്കിലും നോക്കിയിട്ട് വന്നിട്ടുണ്ടോ? ഈ നോമ്പില്ലാത്തവർ ആരെങ്കിലും നോക്കിയിട്ട് വന്നിട്ടുണ്ടോ? ഇംഗ്ലീഷ് പാട്ട്, ഇംഗ്ലീഷ് സോങ്? ഇല്ല ഇല്ല ഇല്ലെന്നാണോ? എന്തൊന്നും മിണ്ടാത്ത? ഇല്ലെങ്കിലെന്ന് പറയൂ. നോ. ഓക്കെ, മലയാളമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം നോക്കിയാനെ എന്നാണ് അല്ലേ? അങ്ങനെയാണോ? ഒന്നും മിണ്ടുന്നില്ല. സംസാരിക്കൂ. നിങ്ങളാണ് സംസാരിക്കാത്തത്. സംസാരിക്കൂ. ടെക്സ്റ്റ് മാത്രമല്ലോ. എന്നോട് എന്തും പറയാം. എന്നോട് സംസാരിക്കണം. ഇംഗ്ലീഷില് നിങ്ങൾ ടെക്സ്റ്റ് അയച്ചിട്ട് കാര്യമില്ല. എന്നോട് എന്തെങ്കിലും ചുമ്മാ വർത്തമാനം പറയുന്നേ. ഇംഗ്ലീഷ് വേർഡ് അറിയത്തില്ല മാം. മലയാളമായിരുന്നേ പാടായിരുന്നു. എന്തോ? ഇംഗ്ലീഷ് വേർഡ് അറിയില്ല, മലയാളമാണ് പാടായിരുന്നു. ഓ, അങ്ങനെ.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇംഗ്ലീഷ്. ആരെങ്കിലും ഒരാള് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ മിസ്സേ ഞാൻ ട്രൈ ചെയ്യാം, ഇന്ന് ഞാൻ ട്രൈ ചെയ്യാം. അതെ, അന്നും അങ്ങനെ പറഞ്ഞേ. ഞാൻ ട്രൈ ചെയ്യാം. ഞാനല്ലേ എപ്പോഴും പറയാറുള്ളത്, പക്ഷെ എനിക്ക് ഉറപ്പില്ല എത്രത്തോളം കറക്റ്റ് ആയി വരുമെന്നൊന്നും. അതൊന്നും നോക്കണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം പാടാം. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാട്ട് കിട്ടാനാണെങ്കിൽ നമ്മുടെ മക്കളുടെ കൊക്കോമ്പലൊക്കെ കയറി കഴിഞ്ഞാല് കുറേ ഇംഗ്ലീഷ് സോങ് അതൊക്കെ പാടിയാലും മതി. അങ്ങനെ പാടാൻ പറയുന്നത് നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ട്രൈ ചെയ്യുന്നു. എന്തോ പാടട്ടെ? പാടും. പിന്നെ നോക്കട്ടെ, വെയിറ്റ്. ഓക്കെ. You the light, you the night, you the color of my blood, you the cure, you the pain, you the only thing I wanna touch. Never knew that it could mean so much, so much. You the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take your past a satellite. You can see the world you brought to life, to life. So love me like you do, la la, love me like you do, love me like you do, la la, love me like you do, touch me like you do, da da, touch me like you do. What are you waiting for? Fitting in, fitting out, on the edge of paradise. Every inch in your skin is a holy grail I gotta find. Only you can set my heart on fire, on fire. That's it. തൊണ്ട വയ്യ മിസ്സേ. ആ തൊണ്ട വെള്ളം ഇത്രയും നന്നായിട്ട് പാടിയോ? അപ്പൊ തൊണ്ടക്ക് കാച്ചായിരുന്നെങ്കിലോ? നന്നായിട്ട് പാടിട്ടോ. തൊണ്ട വയ്യ. ഞാൻ നോമ്പൊക്കെ ആയതുകൊണ്ട് വെള്ളം പറ്റിയിട്ടാണ് ഞാൻ പാടിയത്. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഇങ്ങനെ പാടിയില്ലേ? അപ്പൊ അത് ക്ലിയർ ആയിരുന്നെങ്കിലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് പാടണം കേട്ടോ. നന്നായിട്ട് പാടണം. കണ്ടിപ്പോ കുറച്ചൊക്കെ പാടാന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഒരു മോട്ടിവേഷൻ ആയി നസിയ പാടിയത്. ഇതുപോലെ പാടൂ, ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഓക്കെ മിസ്, എന്നാ അടുത്ത പാടൂ. പിന്നെ നമുക്ക് പാടാം. സൂപ്പർ. പിന്നെ എല്ലാവരും പാടണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? എന്തോ ഇഷ്ടപ്പെട്ടോ? പിന്നെ സൂപ്പർ. ഓ അടിപൊളിയായിട്ട് പാടി. ഓക്കെ, ഇതാണ് പാടാൻ അറിയാം, എന്നാലും ഇതാണ് മടി അല്ലേ? ഓക്കെ, ഇനിയിപ്പോ പാടാലോ ചെയ്യാം. ഒരു ഇത് പോയില്ലേ? ടെൻഷനോ എന്തിനുണ്ടെങ്കിൽ തന്നെ അത് പോയില്ലേ? ഞാൻ പാടും, കുഴപ്പമില്ല. പക്ഷെ ടെൻഷൻ അല്ല, ഈ തൊണ്ട നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നോണ്ട് വളരെ വറ്റിയിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് പിച്ച് ഒന്നും ഇങ്ങനെ കേറാൻ പറ്റത്തില്ല. ഈ ഇംഗ്ലീഷ് സോങ്സ് ആകുമ്പോ അതിന് ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നന്നായിട്ട് പഠിപ്പം അങ്ങനെയൊന്നും ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സില് പാട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റീസ് കൊണ്ട് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ് മീൻസ് ടുമോറോ. ഓക്കെ, സോ that's all. Let's find a place class. Okay, thank you all. See you on tomorrow. Bye. Thank you, ma'am.